കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതിൽ പ്രതിഷേധവുമായി സിപിഐഎം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. തഹസിൽദാർ എത്തി പ്രവർത്തകരുമായി സംസാരിക്കുകയാണിപ്പോൾ. സുനിഷ യിലൂരുണ്ട് അവിടുത്തെ വിവരങ്ങളുമായി. അവിടുത്തെ തർക്കത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുനിഷ, ഈ വില്ലേജ് ഓഫീസിലേക്ക് രാവിലെ തന്നെ വിവിധ ആവശ്യങ്ങളുമായി ആളുകൾക്ക് വരാനുള്ളതാണ്. പക്ഷേ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അവിടെ ഇപ്പോൾ CPM അതിൽ ഇടപെടുകയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് തഹസിൽദാർ പറയുന്നത്? സ്മൃതി, നിലവിലിപ്പോൾ തഹസിൽദാർ ഇവിടെയുള്ള പ്രതിഷേധക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടെ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തുകൊണ്ട് ഇവിടേക്ക് എത്താത്തൊരു സാഹചര്യമുണ്ടായത്. പിന്നാലെ തന്നെ അവർ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ CPM പ്രവർത്തകരുമായി ചില വാക്കേറ്റമുണ്ടായിരുന്നു. ഈ വില്ലേജ് ഓഫീസിലേക്ക് എത്തിയ CPM പ്രവർത്തകർ കയ്യേറ്റ ശ്രമമടക്കം ഉണ്ടായി ഇവരുടെ ഭാഗത്തു നിന്നും എന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തഹസിൽദാർക്ക് പരാതി നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവധിയെടുത്തിരുന്നത്. പിന്നാലെ തന്നെ ഇപ്പോൾ CPM പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് ജീവനക്കാർ വില്ലേജ് ഓഫീസിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ രാവിലെ നമ്മൾ എത്തുമ്പോഴും ഈ വില്ലേജ് ഓഫീസ് പൂട്ടിയ നിലയിലായിരുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിക്കുമ്പോൾ പറയുന്നത് ഇത്തരത്തിലൊരു ഉപരോധം, അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് നിലവിൽ ഇവിടേക്ക് വരാത്തത് എന്നതാണ്. നിലവിൽ ഏതായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഉപരോധത്തിലേക്കുണ്ടായിരുന്നു. ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് സർട്ടിഫിക്കറ്റിനായി എത്തുന്നവർ അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് മനഃപൂർവ്വം ഈ വില്ലേജ് ഓഫീസ് ജീവനക്കാരിൽ നിന്നും കാലതാമസം ഉണ്ടാകുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് ചോദ്യം ചെയ്തതാണ് പിന്നീട് വാക്കേറ്റത്തിലേക്ക് കടന്നതെന്നും ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് കടന്നതെന്നുമാണ് ഈ CPM പ്രവർത്തകർ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ജീവനക്കാർ പറയുന്നത് ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങളിലും ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നു, തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന കാര്യമാണ് തഹസിൽദാരെ ബോധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. പക്ഷേ നിലവിൽ CPM പ്രവർത്തകർ പറയുന്നത് ഇവിടെ നിരവധിയായി അഴിമതികൾ ഉണ്ടാകുന്നു, ഒപ്പം തന്നെ ഇത്തരത്തിൽ മനഃപൂർവ്വം ചില ആളുകളെ പ്രീതിപ്പെടുത്താനായി ജീവനക്കാർ ഈ ഫയലുകൾ നീക്കം ചെയ്യുന്നത് ചില ആളുകളുടേത് മാത്രം വേഗത്തിലും മറ്റു ചിലരുടേത് പതുക്കെയുമാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം എന്നൊരു ആവശ്യമാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാവിലെ തുടങ്ങിയ ഉപരോധ സമരമാണ് ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് തഹസിൽദാർ ഇവിടെ എത്തി ഇപ്പോൾ ഇവരുമായി സംസാരിക്കുന്നത്. തഹസിൽദാരോട് ഇവർ പറയുന്നൊരു കാര്യം, ഇവിടെ ജീവനക്കാരെ കയറാൻ സമ്മതിക്കില്ല എന്നും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടികളിലേക്ക് കടന്നാൽ മാത്രമേ ഇവിടെ നിന്നും സമരത്തിൽ നിന്നും പിന്മാറൂ എന്നൊരു കാര്യമാണ് അറിയിക്കുന്നത്. തഹസിൽദാർ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ റവന്യൂ വകുപ്പ് ഇടപെട്ടിരുന്നു, ഇപ്പം തന്നെ നടപടിയെടുക്കണം, എന്താണ് കാരണമെന്ന് തഹസിൽദാരോട് വിശദീകരണവും ചോദിച്ചിരുന്നു. തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് ചട്ടപ്രകാരം തന്നെയാണ് അവധി നൽകിയത്. ഈ അവധി അപേക്ഷയിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്നൊരു കാര്യം ഈ തൊഴിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നതാണ്. തൊഴിൽ സമ്മർദ്ദമുണ്ട്, ബാഹ്യ ഇടപെടലുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു തൊഴിൽ സമ്മർദ്ദത്തിന് കാരണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും റവന്യൂ ലാൻഡ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത് ഇത് വിശദമായി അന്വേഷിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകാനാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും CPM പ്രവർത്തകർ നിലവിൽ ഇത്തരത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, ഒപ്പം തന്നെ ഈ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും തഹസിൽദാറുമായി സംസാരിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ CPM പ്രവർത്തകരും തഹസിൽദാറും സംസാരിക്കുകയാണ്. തഹസിൽദാർ വിശദമായി തന്നെ ഇതിൻ്റെ കാര്യകാരണങ്ങൾ ഇവരെ ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ പുറത്ത് മുദ്രാവാക്യം വിളികളുമായി പുറത്തൊരു കൂട്ടം പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ അകത്ത് ഈ തഹസിൽദാരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളടക്കം തഹസിൽദാരോട് വിശദീകരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും നമ്മൾക്ക് ഇവരോട് ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, ഇപ്പോൾ തഹസിൽദാറുമായി സംസാരിച്ചല്ലോ, എന്താണ് പറയുന്നത്? അല്ല, അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞത്
ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതിന് അഴിമതി പരസ്യമായി ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. ഇന്നലെ ഉദ്യോഗസ്ഥർ കൂട്ടമായി ലീവ് എടുത്തപ്പോൾ ഗവൺമെൻറ് അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫീസ് അടച്ചിട്ട് അഴിമതി അനുവദിച്ചില്ലെങ്കിൽ ഓഫീസ് അടച്ചിടുമെന്ന ആ സമീപനം അംഗീകരിക്കാൻ പറ്റില്ല. ശരി സുനിഷ, പ്രതികരണങ്ങൾ എടുത്തുകൊള്ളുക. ഭരണപക്ഷ പാർട്ടി തന്നെയാണ് അവിടെ സമരം ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്.